CCC 709 ഓൺവേർഡ്സ് 709 മുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: രാജ്യത്തിലും വിപ്രവാസത്തിലും. ദൈവരാജ്യത്തിലും പിന്നെ വിപ്രവാസത്തിലും. 709 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനനുസൃതരായ ദരിദ്രർ. അങ്ങനെ ഒരു ടേം കേട്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനനുസൃതരായ ദരിദ്രർ. 709 ലാസ്റ്റ് സെൻറ്റൻസിൽ കാണാം. 710 ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 710 നമുക്ക് കാണാൻ പറ്റും, പരിശുദ്ധാത്മാവിന് അനുസൃതമായ പുനഃസ്ഥാപനം എന്നുള്ള വാക്ക് കാണും. പിന്നെ പാവപ്പെട്ടവരിൽ അവശേഷിച്ചവർ. അപ്പോൾ പരിശുദ്ധാത്മാവിന് അനുസൃതരായ പാവപ്പെട്ടവർ. അപ്പോൾ എന്താണ് പ്രത്യേകത? ദ പുവർ അക്കോർഡിംഗ് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് അനുസൃതരായിട്ടുള്ള പുവർ, ദരിദ്രർ അല്ലെങ്കിൽ പാവപ്പെട്ടവർ. 711 അതിനെപ്പറ്റി പറയുന്നുണ്ട്. പ്രത്യാശയോടെ കാത്തിരിക്കുന്ന പാവപ്പെട്ടവരുടേതായ ചെറിയ അവശിഷ്ട ജനത്തിൽ. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുക. ഓൾറെഡി എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് സമ്പന്നരായിട്ടിരിക്കുന്നവരെ സുവിശേഷം അറിയിച്ചാൽ അവരത് ഉൾക്കൊള്ളില്ല. അതുകൊണ്ട് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. സ്പിരിറ്റ് ഓഫ് പോവർട്ടി ഉള്ളവർ, അവരാണ് കർത്താവിൻ്റെ സുവിശേഷം സ്വീകരിക്കുക. ഈശോ ജനിച്ചപ്പോൾ ആട്ടിടയന്മാർക്കാണ് മാലാഖമാർ സദ്വാർത്ത കൊടുത്തത്. സിമ്പിളായിട്ടുള്ള ആൾക്കാർ, അവർ സ്വീകരിക്കും. ദൈവസന്നിധിയിലാണ് നമ്മൾ സമ്പന്നരാകേണ്ടത്. നമുക്ക് വേണ്ടി തന്നെ ഈ ലോകത്തിൻ്റെ സമ്പത്ത് ശേഖരിക്കുകയും കൂട്ടിവെക്കുകയല്ല ചെയ്യേണ്ടത്. 714 നമുക്ക് കാണാം, പാവപ്പെട്ടവരെ സദ്വാർത്ത അറിയിക്കുന്നതിന്. അപ്പോൾ പരിശുദ്ധാത്മാവിന് അനുസൃതരായ പാവപ്പെട്ടവരുടെ ആ ഒരു ചെറിയ അവശിഷ്ട ജനത്തിൽ നമ്മളും പെടണം. 716 ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പാവപ്പെട്ടവരുടേതായ ജനം. അവരുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ക്വാളിറ്റിയാണ് വിനീതർ, പിന്നെ സൗമ്യശീലർ, പിന്നെ തങ്ങളുടെ ദൈവത്തിൻ്റെ നിഗൂഢ പദ്ധതികളെ പൂർണ്ണമായി ആശ്രയിക്കുന്നവർ. ഇങ്ങനെയുള്ള ഒരു ജനത്തെ പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും കൂടി ഇങ്ങനെ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. 716 തന്നെ ലാസ്റ്റിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് സജ്ജീകരിക്കുന്നു ഇങ്ങനെയുള്ള ചെറിയൊരു അവശിഷ്ട ജനത്തെ. അപ്പം അതിൽ പെടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം, ദാഹിക്കണം. അതിന് വിനീതരാവണം, സൗമ്യശീലരാവണം. ഈശോ പറഞ്ഞു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ പരിശുദ്ധ റൂഹ നിറയുമ്പോഴാണ് നമുക്ക് ഈ വിനീത ഭാവവും സൗമ്യശീലവും ഒക്കെ വരുള്ളൂ. വിനീതർ, സൗമ്യശീലർ. പിന്നെ അടുത്ത ക്വാളിറ്റി വെരി ഇമ്പോർട്ടൻറ്റ്, ദൈവത്തിൻ്റെ പദ്ധതികളെ പൂർണ്ണമായി ആശ്രയിക്കുന്നവർ. കുറച്ചല്ല, കംപ്ലീറ്റായിട്ട് ദൈവത്തിൻ്റെ നിഗൂഢ പദ്ധതികളെ പൂർണ്ണമായി ആശ്രയിക്കുന്നവരായിരിക്കും ഈ പുവർ അക്കോർഡിംഗ് ടു ദ ഹോളി സ്പിരിറ്റ്. അടുത്ത ക്വാളിറ്റി, മനുഷ്യരിൽ നിന്ന് നീതി കാത്തിരിക്കാതെ മിശിഹായിൽ നിന്ന് നീതി കാത്തിരിക്കുന്നവർ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനനുസൃതരായ ഈ ദരിദ്രരുടെ ഒരു പ്രത്യേകത എന്താ? മനുഷ്യനിൽ നിന്ന് അവരൊരു നീതിയും കാത്തിരിക്കില്ല. ആരിൽ നിന്നാണ് കാത്തിരിക്കുക? മിശിഹായിൽ നിന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട, എനിക്ക് നീതി കിട്ടിയില്ല, ന്യായം കിട്ടിയില്ല, അവൾ നീതി തന്നില്ല, അവൻ ന്യായം തന്നില്ല, അങ്ങനെയൊന്നും പറയണ്ട. മിശിഹായിൽ നിന്ന് മാത്രം നമ്മൾ നീതിയും ന്യായവും കാത്തിരിക്കുക. കണ്ടോ? മനുഷ്യരിൽ നിന്ന് നീതി കാത്തിരിക്കാതെ. കിട്ടിയില്ല എന്ന് മാത്രമല്ല കാത്തിരിക്കുന്നേ ഇല്ല. പിന്നെ കിട്ടിയോ കിട്ടിയില്ലേ നോക്കുന്നില്ലല്ലോ. അപ്പം മനുഷ്യരിൽ നിന്ന് നീതി കാത്തിരിക്കില്ല അവർ, മിശിഹായിൽ നിന്ന് മാത്രം നീതി കാത്തിരിക്കും.
എൻ്റെ മിശിഹ എനിക്ക് നീതി തരും, നീതി നടത്തിത്തരും. അത് കർത്താവിൻ്റെ സമയത്ത് കർത്താവ് ചെയ്യട്ടെ, ഞാൻ അതിനായി വെപ്രാളം പിടിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് മനോഭാവമായിരിക്കും. പിന്നെ അവസാനം ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുക്കുന്ന വാഗ്ദാനങ്ങളുടെ കാലത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിഗൂഢ പ്രവർത്തനത്തിൻ്റെ മഹത്തായ ഫലമാണ്. അപ്പം ഇങ്ങനൊരു കാലമുണ്ട്. എങ്ങനെ? ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുക്കുന്ന വാഗ്ദാനങ്ങളുടെ കാലം. ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുക്കുന്ന വാഗ്ദാനങ്ങളുടെ കാലം. ഈ കാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിഗൂഢ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിഗൂഢ പ്രവർത്തനത്തിൻ്റെ ഫലമൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിന് അനുസൃതരായ ഈ ചെറിയ അവശിഷ്ട ജനത്തിൽ പെട്ടവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ലോകത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ മുഴുകിയിരിക്കുകയാണെങ്കിൽ, ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി അവബോധമില്ലാതെ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ അനന്തരഫലം? പരിശുദ്ധാത്മാവ് സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു ചെറിയ അവശിഷ്ട ജനത്തെ. നമ്മളിത് അറിയുന്നുണ്ടോ? അറിയണം. പിന്നീട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയരുത്. ഇതേ അറിയിച്ചിരിക്കുന്നു. CCCയിലുള്ളതാണ്, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് 4 വർഷം 5 വർഷമൊക്കെ തിയോളജി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ CCC ബുക്കിൽ ഒരുവിധം തിയോളജിയൊക്കെ നമുക്ക് കിട്ടും. ഇരുന്ന് പഠിക്കണം, മനസ്സിലാക്കണം, സത്യബോധ്യങ്ങൾ കൊണ്ട് നിറയണം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിയണം. അപ്പോഴാണ് കൂടുതൽ പരിശുദ്ധാത്മാവിനെയും അവിടുത്തെ അഭിഷേകത്തെയും അവിടുത്തെ അഗ്നിയെയും ഒക്കെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഈശോ പരിശുദ്ധാത്മാവ് കൊണ്ട് അഗ്നി കൊണ്ട് സ്നാനപ്പെടുത്തുമ്പോൾ അങ്ങനെ നിന്നുകൊടുത്ത് ആ സ്നാനം, ആ ഒരു ബാപ്റ്റിസം സ്വീകരിക്കാൻ പറ്റുള്ളൂ. I will baptize you with the Holy Spirit and fire. ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സ്നാപയോഹന്നാൻ ഈശോയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. He will baptize you with the Holy Spirit and fire. ഈ ഫയറിനെ പറ്റി CCCയിൽ പറയുന്നുണ്ട്. ആ അഗ്നി എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലെ രൂപാന്തരം വരുത്തുന്ന ഊർജമാണ് ആ അഗ്നി. The transforming energy in the actions of the Holy Spirit.